ഇത് കുറച്ച് ദൂരം ഉണ്ടല്ലോ നടക്കാൻ. ചായ കുടിക്കാൻ തോന്നുന്നു. നമുക്ക് ചായ കുടിച്ചിട്ട് പോയാലോ? ഹലോ! വെൽക്കം ടു സൂര്യാസ് വ്ലോഗ്സ്. അങ്ങനെ ഫോർട്ട് ഫുള്ള് കറങ്ങി നടന്ന് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വന്ന് ഓടിപ്പോയി ഒരു കുട്ടി ചായ കുടിച്ചു. അങ്ങനെ അവിടെ നടന്ന് നമ്മൾ വിഷ്ണു മന്ദിറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ശ്രീ സഹസ്രബഹു വിഷ്ണു മന്ദിർ അല്ലെങ്കിൽ സാസ് ബഹു ടെമ്പിൾ. 11th സെഞ്ചുറിയിലെ ഒരു ട്വിൻ ടെമ്പിൾ ആണ് ഇത്. വാളിയാർ ഫോർട്ടിന്റെ എൻട്രി ടിക്കറ്റ് തന്നെയാണ് ഇവിടെയും കാണിക്കേണ്ടത്. ഇവിടെ 2 ക്ഷേത്രങ്ങളുണ്ട്. രാജാ മഹിപാൽ തന്റെ അമ്മയ്ക്കും പത്നിക്കും വേണ്ടി പണി കഴിപ്പിച്ച 2 ടെമ്പിൾസ് ആണ് ഇവ. അതുകൊണ്ടാണ് ഈ ടെമ്പിൾസിനെ സാസ് ബഹു ടെമ്പിൾ എന്ന് വിളിക്കുന്നത്. സാസ് എന്ന് വെച്ചാൽ മദർ ഇൻ ലോ, അമ്മായി അമ്മ എന്നും, ബഹു എന്ന് വെച്ചാൽ മരുമകൾ, ഡോട്ടർ ഇൻ ലോ എന്നാണ് പറയുന്നത്. സോ ഇതൊരു അമ്മായിയമ്മ മരുമകൾ അമ്പലം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇൻട്രസ്റ്റിംഗ്, കൊള്ളാല്ലേ, ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ എല്ലാ കാർവിങ്സും ഡീഫേസ് ചെയ്തിരിക്കുകയാണ്. വിഷ്ണു ഭഗവാന്റെ പത്മനാഭ എന്ന ഫോം ആയിരുന്നു ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരുന്നത്. ഇപ്പൊ ഇവിടെ വിഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. എൻറ്റയർ ടെമ്പിളിലും ബ്രഹ്മ, വിഷ്ണു, സരസ്വതി കാർവിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് പോർച്ചും മണ്ഡപവും ഒക്കെയുള്ള ഒരു 3 സ്റ്റോറീഡ് ടെമ്പിൾസ് ആണ് ഇവ രണ്ടും. ഈ 2 ക്ഷേത്രങ്ങളുടെ ആർക്കിടെക്ചറും സ്റ്റൈലും കാർവിങ്സും ഒക്കെ കാണുമ്പോൾ നാഗർ സ്റ്റൈലിന്റെയും ഇന്ത്യൻ ആർക്കിടെക്ചറിന്റെയും മിക്സ് ആയിട്ടാണ് തോന്നുന്നത്. കാർമേഘങ്ങളൊക്കെ വന്ന് മൂടിയിട്ടുണ്ട്. മഴ ചാരി തുടങ്ങിയിരിക്കുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. സൂപ്പർ വ്യൂ, പറയാതിരിക്കാൻ പറ്റില്ല. ഇൻലോക്കിംഗ് സ്റ്റൈൽ സ്ട്രക്ചറാണ്. അതായത് റോക്സ് ഒന്നൊന്നിനോട് ലോക്ക് ചെയ്ത് പണിയില്ലേ, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. ഹിന്ദു മുസ്ലിം വാറിന്റെ സമയത്ത് ഈ ഒരു ക്ഷേത്രം നല്ല രീതിയിൽ ഡാമേജ് ആയി പോയിരുന്നു. പിന്നെ കുറച്ച് റെനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. സാസ് ബഹു ടെമ്പിളിന്റെ ഒരു വോളില് പാലി ലാംഗ്വേജില് ടെമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അടിപൊളി ഒരു വ്യൂ പോയിന്റും കൂടിയാണിത്. സിറ്റിയുടെ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്നും ആസ്വദിക്കാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി തേലിക്ക മന്ദിറിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഗുരുദ്വാരയിലേക്ക്. അവിടേക്ക് പോകാൻ ഓട്ടോ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങൾ നടന്നു തന്നെ പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ദൂരമുണ്ട്. തേലിക്ക മന്ദിറും ഗുരുദ്വാരയും ഒക്കെ ഇവിടുന്ന് ദൂരമുണ്ട്. നടന്നു തന്നെ പോകാമെന്ന് കരുതി. കാരണം പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. നടക്കാൻ പറ്റുമെങ്കിൽ നടന്നു തന്നെ പോവുക, കുറേ കാഴ്ചകളൊക്കെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എനിക്ക് ആവശ്യമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.